ഇതാണ് ഫിഷ് തെറാപ്പി ഏരിയ. ചെരുപ്പും ഷൂസ് തുടങ്ങിയവ മാറ്റി വേണം വെള്ളത്തിലേക്ക് കാലുകൾ വയ്ക്കാൻ. ഇതെല്ലാം പറഞ്ഞു തരാനും നോക്കാനും ആളുകളുണ്ട്. ഫിഷ് പെഡിക്യൂർ എന്ന് ഇന്ത്യ ഒട്ടാകെ പ്രചാരത്തിലുണ്ട്. ഫിഷ് സ്പാ, ഗാരാ റൂഫ ഫിഷ് തെറാപ്പി, ഡോക്ടർ ഫിഷ് തെറാപ്പി എന്നും ഇതിനെ വിളിക്കുന്നു. ഗാരാ റൂഫ എന്ന ഒരു മീനാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പല്ലുകളില്ലാത്ത ചെറിയ ഇരുണ്ട നിറമുള്ള മീനുകളാണ് ഗാരാ റൂഫ. 500 രൂപ മുതൽ 800 രൂപ വരെ ഈ മീനുകൾക്ക് വിലയുണ്ട്. നമ്മുടെ കാലിലെ ചത്ത ചർമ്മം നീക്കം ചെയ്യുന്നതിന് സഹായിക്കുന്നത് കാലുകൾ മൃദുലമാവാനും മിനുസമാവാനും ഒക്കെ ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. സ്ട്രെസ് കുറയ്ക്കാനും നല്ലതാണ്. ഇതിനൊരു മറുവശം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, വെള്ളം മാറ്റാതെ പൊതുവായി ഉപയോഗിച്ചാൽ ഒരാളുടെ ചർമ്മരോഗം മറ്റുള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. കാലിൽ മുറിവുകളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ഹൈപ്പറ്റൈറ്റിസ്, HIV തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിൽ ടെക്സാസ്, ന്യൂ ഹാംഷെയർ, ഫ്ലോറിഡ തുടങ്ങിയ ഇടങ്ങളിൽ ഫിഷ് സ്പാ നിരോധിച്ചതാണ്. ഇവിടെ തന്നെ നമുക്ക് കാണാം സ്നാക്സും ഡ്രിങ്ക്സും കിട്ടുന്നൊരു ഷോപ്പുണ്ട്. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അടുത്ത മുറികളിലോട്ടൊന്നും ഇത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അടുത്തതായി നല്ല വെളിച്ചമുള്ള മുറിയാണ്. ഇവിടെ ചെറിയ തടാകം പോലെ ഒന്ന് കാണാം. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട്. പല പോസിൽ പല രീതിയിൽ. 150-200 രൂപ എന്തോ ആണ് ഫോട്ടോയുടെ റേറ്റ്. ഈ കാശിൻ്റെ കാര്യം ആദ്യം അവർ പറയില്ല. പലരും കുറേ ഫോട്ടോ എടുത്ത ശേഷമാണ് ഈ റേറ്റ് അറിയുന്നത് തന്നെ. ഞാൻ ആദ്യമേ തന്നെ 2-3 പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. റേറ്റ് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കും, പിന്നെ ചോദിക്കുമ്പോഴാണ് പറയുന്നത്. ആവശ്യമുള്ളതൊക്കെ ഫോട്ടോ എടുത്ത ശേഷം പുറത്തെ കൗണ്ടറിൽ പൈസ കൊടുത്ത് വാങ്ങാവുന്നതാണ്. മീനിന്റെ വാവ് പോലുള്ള ഒരു കവാടത്തിൽ കൂടി കയറി അടുത്തത് വീണ്ടും ഇരുണ്ട മുറിയിലേക്ക്.
അവിടെ കുറച്ച് മീനുകളൊക്കെ കണ്ടു. ഇടതുവശത്തുള്ള വഴി കയറി റെഡ് എയ്ഡ് സ്ലൈഡർ ആമകളെയും കണ്ടു. കണ്ട പ്രതിമ പോലെ കിടക്കും ഈ ആമ, പക്ഷെ ജീവനുണ്ട്. കൃത്രിമമായുള്ള ദിനോസർ ഫോസിലുകളും കണ്ടു. അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മഴക്കാടുകളിലേക്ക് പ്രവേശിക്കാം നമുക്ക് അടുത്തതായി. മഴക്കാടിന് താഴെയുള്ള വെള്ളത്തിൽ 5 അടിയിലേറെ നീളമുള്ള അരാപ്പൈമ എന്ന മീനുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റണമെന്നില്ല. താഴെ ഇറങ്ങി കുറച്ച് വെയിറ്റ് ചെയ്ത് കണ്ണാടിയിലൂടെ കാണാൻ പറ്റി. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച ശേഷം നേരെ താഴോട്ടിറങ്ങി വീണ്ടും ഇരുണ്ടൊരു മുറി. കണ്ണാടിയിൽ വീണ്ടും വർണ്ണ മത്സ്യങ്ങളുടെ മനോഹരമായ കാഴ്ച. നക്ഷത്ര മത്സ്യങ്ങൾ തുടങ്ങിയവ കാണാം. ആദ്യം മീനിന്റെ വാവോല കണ്ട ഭാഗത്തിലൂടെ കയറിയ വഴിയുടെ തുടർച്ചയാണിത്. മുൻപ് മീനിൻ്റെ വായാണെങ്കിൽ അടുത്തത് മനുഷ്യനോ രാക്ഷസനോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളുടെ വായിലൂടെയാണ് പ്രവേശനം. പലരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ മുൻപ് പറഞ്ഞ അരാപ്പൈമ മീനിനെ ഇവിടെ കാണാം. കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. സ്റ്റേ ട്യൂൺ.